കോട്ടകളുടെ മഹലിൻ്റെ നാടായ രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഹൽദിഘട്ടിയിലുള്ള മഹാറാണ പ്രതാപ് മ്യൂസിയവും ചേതക് മ്യൂസിയവും കാണാനാണ് പോകുന്നത്. രാജസ്ഥാന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രധാന ചരിത്ര സ്ഥലമാണ് ആരവല്ലി പർവ്വതനിരകളിലെ ഹൽദിഘട്ടി. ഉദയ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഹൽദിഘട്ടി. ഈ കാണുന്ന ലേക്കിന്റെ പേരാണ് ഫത്തേസാഗർ ലേക്ക്. ഉദയ്പൂർ നഗരത്തിൽ 5 കൃത്രിമ തടാകങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് ഫത്തേസാഗർ ലേക്ക്. ഉദയ്പൂരിലെയും മേവാറിലെയും മഹാറാണ ഫത്തേ സിംഗിന്റെ പേരിലുള്ള ഒരു കൃത്രിമ തടാകമാണിത്. അരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഖംനോറിനും ബലിച്ച ഗ്രാമത്തിനും ഇടയിലുള്ള ചരിത്രപരമായ പർവ്വതനിരയാണ് ഹൽദിഘട്ടി. മഞ്ഞളിന്റെ അനുഭൂതി നൽകുന്ന ഈ സ്ഥലത്തെ മഞ്ഞ നിറത്തിലുള്ള മണ്ണിൽ നിന്നാണ് ഹൽദിഘട്ടി എന്ന പദം വന്നത്. ഹിന്ദിയിൽ മഞ്ഞളിനെ ഹൽദി എന്നും താഴ്വാരയെ ഘട്ടി എന്നും വിളിക്കുന്നു. മഹാറാണ പ്രതാപ് സ്മാരകം എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുറന്നിരിക്കും. ഇതിൻ്റെ പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. വിദേശികൾക്ക് 100 രൂപയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമുണ്ട്. ഒരാൾക്ക് 35 രൂപയും വിദേശികൾക്ക് 100 രൂപയുമാണ്. ഇന്ന് ഹൽദിഘട്ടി മഹാറാണ പ്രതാപ് സിംഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ കുതിര ചേതക്കിൻ്റെയും മഹത്തായ ഓർമ്മകൾ നൽകി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി നിലകൊള്ളുന്നു. മഹാറാണ ഭഗത് സിംഗ് മഹാറാണ പ്രതാപിന് നൽകിയ ഏറ്റവും വലിയ ആദരാഞ്ജലികളിൽ ഒന്നാണ് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ സ്മാരകം. മഹാറാണ പ്രതാപിൻ്റെയും 11 അടി ഉയരവും 70 ടണ്ണോളം ഭാരമുള്ള വിശ്വസ്ത കുതിരയായ ചേതക്കിനൊപ്പം ഒരു വെങ്കല പ്രതിമയാണ് നിർമ്മിച്ചിരിക്കുന്നത്. HAL ചേതക് എന്ന ഹെലികോപ്റ്ററിന് ഈ കുതിരയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ധീരതയ്ക്ക് പേരുകേട്ട മഹാറാണ പ്രതാപ് 1572 മുതൽ 1597 വരെ ഏകദേശം 27 വർഷക്കാലം ഉദയ്പൂർ ഭരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച യോദ്ധാവായ പ്രതാപ് സിംഗ് നടത്തിയ മഹത്തായ യുദ്ധമാണ് ഹൽദിഘട്ടി യുദ്ധം. ഇവിടെ വെച്ചാണ് 1576 മഹാറാണ പ്രതാപ് സിംഗ് മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ സേനാനായകൻ മാൻ സിംഗും തമ്മിൽ യുദ്ധം നടന്നത്. ഈ യുദ്ധം രജപുത്രരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി കണക്കാക്കുന്നു. കാരണം ഈ യുദ്ധം 4 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ചെറിയ യുദ്ധങ്ങളിൽ ഒന്നാണ്. ഈ യുദ്ധം അവസാനിപ്പിച്ചത് മഹാറാണ പ്രതാപിൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത കുതിരയുടെയും മരണത്തോടെയാണ്. 1576 ജൂൺ 18-ന് ചേതക് മരിച്ചു. ഈ കാണുന്നത് മഹാറാണ പ്രതാപ് സിംഗിന്റെ ഛായാചിത്രമാണ്. ഈ കാണുന്ന അവശിഷ്ടങ്ങൾ യുദ്ധസ്മാരകമായി നിലകൊള്ളുന്നു. ഇവിടെ ഒരു ജഗദീഷ് ടെമ്പിളും ഉണ്ടായിരുന്നു. അതും മാൻസിംഗ് യുദ്ധസമയത്ത് തകർത്ത് കളഞ്ഞു. റോസ് ഉൽപ്പന്നത്തിനും മൊലോയിലയുടെ മഡ് ആർട്ടിനും ഹൽദിഘട്ടി ഫേമസ് ആണ്. ടൂറിസം വകുപ്പ് കുടിൽ വ്യവസായം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. റോസാദളങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മധുരമുള്ള ജാം പോലെയുള്ള ഗുൽക്കന്ദ് എന്നു പേരുകേട്ട ബാദ്ഷാഹി ബാഗ് സമീപത്താണ് ഹൽദിഘട്ടി. ഇനി ഞങ്ങൾ മഹാറാണ പ്രതാപ് മ്യൂസിയം കാണാനാണ് പോകുന്നത്. നല്ല ഭംഗിയോടെയാണ് പരിസരം സൂക്ഷിച്ചിരിക്കുന്നത്.
ഈ മ്യൂസിയം എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുറന്നിരിക്കും. ഇവിടെയും ഇന്ത്യക്കാർക്ക് 50 രൂപയും വിദേശികൾക്ക് 100 രൂപയുമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ മ്യൂസിയത്തിനുള്ളിലെ സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച നൽകുന്നു. കാണുന്നത് മഹാറാണ പ്രതാപ് സിംഗിന്റെയും അദ്ദേഹത്തിന്റെ സേനാധിപന്മാരുടെയും വെങ്കല പ്രതിമകളാണ്. ഈ മ്യൂസിയത്തിൽ നിരവധി ആയുധങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. 2003 ഈ മ്യൂസിയം ആരംഭിച്ചത്. മ്യൂസിയത്തിന്റെ അകത്തളങ്ങൾ അതിശയകരവും അതിലോലവുമായ ഗ്ലാസ് വർക്ക് കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നിറമുള്ള ചില കണ്ണാടികൾ മയിലിന്റെ ചിത്രം പോലെയുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി മഹാറാണയുടെ പുരാതന പെയിന്റിങ്ങുകളുടെ ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. ചരിത്രപ്രേമികൾക്കായി ചിത്തോർ രാജ്ഞി, റാണി പത്മിനി, മഹാറാണ കുംഭകരൺ 1433 മുതൽ 1468 മേവാർ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു മഹാറാണ കുംഭകർൺ. രജപുത്ര സിസോദിയ വംശത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മേവാർ ഏറ്റവും രാഷ്ട്രീയ ശക്തികളിൽ ഒന്നായി മാറിയത്. ഇത് മഹാറാണ സംഗ്രാം സിംഗ് 1508 മുതൽ 1528 വരെ മേവാറിലെ മഹാറാണയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്ത് മേവാർ ഉത്തരേന്ത്യയിലെ ഏറ്റവും ശക്തമായ സംസ്ഥാനമാക്കി മാറ്റി. കൂടാതെ ചിത്തോർ രാജ്ഞി, റാണി പത്മിനി, മീരാബായി തുടങ്ങിയ വിവിധ ചരിത്ര വ്യക്തികളുടെ ഛായാചിത്രങ്ങളുമുണ്ട്. ഈ കാണുന്ന ഛായാചിത്രം മഹാറാണ രാജ് സിംഹിൻ്റെയാണ്. 1653 മുതൽ 1680 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഇദ്ദേഹം മുഗൾ ആക്രമണത്തിന് ശേഷം ചിത്തോർ ഫോർട്ട് നവീകരിച്ചു. ഈ കാണുന്ന ചിത്രം കുംഭകർ ഫോർട്ടാണ്. ഈ കാണുന്നതെല്ലാം യുദ്ധത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും അവരുടെ ഡ്രസ്സുകളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്ന മിനിയേച്ചർ ഉദയ്പൂരിലെ സിറ്റി പാലസ് ആണ്. അതിന്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഇടുന്നതാണ്.
ഈ കാണുന്നത് ഹൽദിഘട്ടി ബാറ്റിൽ ഫീൽഡ്. യുദ്ധം നടന്ന സ്ഥലം ഒരു മിനിയേച്ചറാക്കി മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നു. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ ജീവനുള്ള കോട്ടയാണ് ചിറ്റോർ കോട്ട. ഇത് ചിറ്റോർഗഡിലാണ് ഉള്ളത്. അതിൻ്റെ മിനിയേച്ചറാണ് ഈ കാണുന്നത്. 1303 അലാവുദ്ദീൻ ഖിൽജി, 1535 ബഹാദുർ ഷാ, 1568 മുഗൾ ചക്രവർത്തി അക്ബർ എന്നിവർ കീഴടക്കിയിരുന്നു ഈ കോട്ട. റാണി മീരാഭായിയുടെ ആരാധനാലയമായിരുന്നു ചിറ്റോർ. ഇനി ഞങ്ങൾ ഉദയ്പൂരിലെ ഗാർഡൻ ഓഫ് മെയ്ഡൻസ് അതിൻ്റെ വീഡിയോയുമായി വരുന്നതാണ്.